നമസ്കാരം. ക്യാൻസർ രോഗപഠനം മഹാരോഗ പഠനത്തിൻ്റെ 20ാം ഭാഗത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്യാൻസർ രോഗികൾക്കുള്ള സഹായ പദ്ധതികൾ തുടരുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ട്, എവിടെ അശുദ്ധി ഉണ്ടാകുന്നുവോ അവിടെ മാത്രമേ സൂക്ഷ്മജീവികൾ ജനിക്കുന്നുള്ളൂ, വളരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. ഈ അശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ നിലനിൽക്കുന്ന ഇടം. ആരോഗ്യമെന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യത്തിന് തടസ്സം നിൽക്കുന്ന വസ്തുക്കൾ ഉള്ള സ്ഥലമെല്ലാം അശുദ്ധിയുള്ള സ്ഥലങ്ങളാണ്. സൂക്ഷ്മമായ ഒരു തലത്തിൽ ചിന്തിച്ചാൽ, ശുദ്ധമായ സങ്കല്പങ്ങളോടെയുള്ള ശുദ്ധമായ ജീവിതക്രമങ്ങളിൽ ഒരിക്കലും സൂക്ഷ്മജീവികൾ, അണുജീവികൾ, ദ്രോഹിക്കുന്ന ജീവികൾ, പിശാചങ്ങൾ എന്ന് ഒറ്റവാക്കിൽ പറയാം, അവയൊന്നും വളരുന്നില്ല, അവിടെ വസിക്കാൻ അവർക്കാവുകയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മനുഷ്യനെ പ്രകൃതി മനഃപൂർവ്വം ശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ അണുജീവികളെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്ന് തോന്നുന്നു. കാരണം അവയുണ്ടെങ്കിലേ ആ പിശാചാധികൃതങ്ങളായ രോഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അണുക്കൾ കാരണമുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രോഗങ്ങളെ പേടിച്ചെങ്കിലും മനുഷ്യൻ ശുദ്ധമായ ജീവിതം നയിക്കുമെന്നാണ് പ്രകൃതി ആഗ്രഹിച്ചിരിക്കുക. പക്ഷേ നമ്മൾ ആ പ്രകൃതിയുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് തോന്നിയ വിധത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് രോഗങ്ങൾ വന്നത്. രോഗങ്ങൾ വന്നാൽ ആ രോഗങ്ങൾ വന്നയിടത്ത് പ്രത്യക്ഷപ്പെടുന്ന രോഗാണുക്കളാണ്, അവിടെ നമ്മൾ സൂക്ഷ്മദർശിനിയിലൂടെ കണ്ടെത്തുന്ന രോഗാണുക്കളാണ് ആ രോഗത്തിന് കാരണം എന്ന് തെറ്റിദ്ധരിച്ച് ആധുനിക ശാസ്ത്രമെന്ന മഹാവിഡ്ഢിത്തം പേറുന്ന മനുഷ്യർ ആ ജീവികളെ കൊന്നൊടുക്കി നമുക്ക് രോഗമങ്ങ് മാറ്റിക്കളയാം എന്നാണ് ചിന്തിച്ചത്. ആ രോഗാണുക്കളെ കൊന്നൊടുക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തെയും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ആ സമയത്ത് നമുക്ക് ഉണ്ടായില്ല. അഥവാ ആ ബുദ്ധിയുള്ളവർ പറഞ്ഞതെല്ലാം വ്യവസായ താൽപ്പര്യങ്ങളുള്ള ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ കമ്പോളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതുതന്നെയാണ് അണുക്രിമികൾ വളരുവാനുള്ള ഒരു ലോകവ്യവസ്ഥ ഉണ്ടാക്കി വെച്ചതും. മത്സ്യമായാലും മാംസമായാലും പാകം ചെയ്ത ആഹാരങ്ങളായാലും ഇന്നെല്ലാവരും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ കടകളിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക എന്നുള്ള ഒരു സിസ്റ്റം, അങ്ങനെ അതിനായിട്ട് ചില കമ്പനികളൊക്കെ രൂപം കൊള്ളുകയും അവർ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു തരികയും ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നപ്പോൾ ആർക്കോ കഴിക്കാനുള്ള ആഹാരം അത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, അവനെ മോഹിപ്പിക്കുന്ന വിധത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു വേലക്കാരൻ അത് വളരെ വൃത്തിയോ ശ്രദ്ധയോ ഇല്ലാതെ പാചകം ചെയ്യുന്ന ആഹാരങ്ങളാണ് അവ. താൻ വലിയ വില കൊടുത്ത് വലിയ ആധുനിക രീതിക്കനുസരിച്ചുള്ള പാക്കിങ്ങിലെല്ലാം വാങ്ങുന്നതായതുകൊണ്ട് അത് ഏറ്റവും വൃത്തിയുള്ളതാണെന്നാണ് ഈ വാങ്ങുന്നവൻ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ അത് ആ മത്സ്യമായാലും മാംസമായാലും മറ്റെന്തായാലും കഴുകാതെ വൃത്തിയാക്കാതെ കൊണ്ടുവന്ന പടി തന്നെ അത് മസാലയിലേക്ക് ഇട്ടിട്ട് ആഹാരമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൽ എത്രയോ വിഷവസ്തുക്കൾ ശരീരത്തിലേക്ക് കയറുകയാണ്. നമ്മുടെ ജോലി പോലും
ചെയ്യുമ്പോൾ മറ്റു പലയിടത്തും ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് ചിന്തകളിൽ മുഴുകിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം അയാൾ ഏറ്റവും വൃത്തിയായിട്ട് ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നത് എന്തുമാത്രം വിഡ്ഢിത്തമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ പാലിൻ്റെ പാക്കറ്റെല്ലാം അതേപടി എടുത്ത് ചുടുവെള്ളത്തിലേക്ക് ഇടുന്നത് കാണാം. ആ പ്ലാസ്റ്റിക്കും പാലും എല്ലാം കൂടി മിക്സായിട്ട് നമ്മുടെ ചായയിൽ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ചായയിലെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ആ പ്ലാസ്റ്റിക് കൂടി എത്തുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കില്ലാതെ പോയി. ആ ബാഗുകളെല്ലാം വീണ്ടും നമ്മൾ വേസ്റ്റായിട്ടുള്ളത് എവിടേക്കെങ്കിലും വലിച്ചെറിയും. അവയെല്ലാം മലിനമായി കിടക്കും. അവയിലെല്ലാം ഇത്തരം സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള സാഹചര്യം ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അണുക്കളും ബാക്ടീരിയകളും ഫംഗസുകളും എല്ലാം തിളച്ചു മറിയുന്ന, ആർത്തുല്ലസിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ ഓരോ വീടും ഇന്ന് നിലനിൽക്കുന്നത്. ഇത്തരം അവസ്ഥകളെ വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഓണം, വിഷു, ദീപാവലി മുതലായ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കുകയും വീടിനുള്ളിൽ കർപ്പൂരം കത്തിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് അവയും പരിഷ്കാരത്തിൻ്റെ പേരിൽ, അന്ധവിശ്വാസങ്ങളാണെന്ന പേരിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു വാദഗതി വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അത്തരം വൃത്തിയാക്കലുകൾ ഇന്ന് നിർത്തിവച്ചിരിക്കുന്നു. അഥവാ വൃത്തിയാക്കിയാലും അവിടെയെല്ലാം കെമിക്കലുകൾ ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുവാനുള്ള രീതികളാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ വസ്ത്രം കഴുകാൻ പോലും ഇന്ന് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ആ രാസവസ്തുക്കൾ ദേഹത്തിൽ നിന്നുണ്ടാകുന്ന വിയർപ്പിൽ അതുവഴി വരുന്ന സൂക്ഷ്മജീവികളിൽ എല്ലാം പ്രവർത്തിക്കുമെന്നും അത് കൂടുതൽ മാരകമായ വിഷവസ്തുക്കളായി മാറുമെന്നും നമുക്ക് രോഗമുണ്ടാക്കുന്ന ജീവികൾ, സൂക്ഷ്മജീവികളെ നമ്മൾ സ്വയം ശരീരത്തിൽ രൂപപ്പെടുത്തുമെന്നും ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതേപോലെ ഓരോ കാര്യത്തിലും ദൈവബലപ്രവർത്തങ്ങളായ പിശാചാധികൃതങ്ങളായ ഈ ദുര്യോഗങ്ങളെ മുഴുവൻ നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാണ് പരിഷ്കാരത്തിൻ്റെ പേരിൽ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതിനെയെല്ലാം, ഈ അണുക്കളെ വീണ്ടും നശിപ്പിച്ച് കൊന്നൊടുക്കി മുന്നേറാം എന്നാണ് ഇപ്പോഴും ശാസ്ത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രാചീനർ പറഞ്ഞിട്ടുള്ളത് അറിവ്, ധൃതി, സ്മൃതി, ധീയും ധൃതിയും സ്മൃതിയും അറിവും ഇവിടെ നിർമ്മലമായിരുന്നാൽ ഒരസുഖവും നമ്മളെ ബാധിക്കില്ല എന്നാണ് പണ്ടുള്ളവർ നമ്മളോട്, ആയുർവേദ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ, ക്യാൻസർ പോലുള്ള, അതേപോലെ പരിഹാരമില്ലാതെ കിടക്കുന്ന രോഗങ്ങളുള്ളവരെല്ലാം നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ ചെയ്തിട്ട് അവർക്ക് അത്ഭുതകരമായ മാറ്റമുണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ അവരുടെ ധീയെ, ധൃതിയെ, സ്മൃതിയെ, അറിവിനെ ആണ് ആദ്യം മാറ്റുന്നത്. ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് ഷഡാധാര പ്രാണവിദ്യയിൽ ഉപയോഗിക്കുന്നത്. ഇത് സത്യമാണെന്നും ശാസ്ത്രീയമാണെന്നും ഉള്ള അറിവിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് നിങ്ങളോട് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. തൻ്റെ രോഗം മാറിക്കിട്ടാൻ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാൾ ആരോഗ്യം പണം കൊടുത്തു വാങ്ങാൻ കഴിയുമെന്നല്ലേ വിശ്വസിക്കുന്നത്? തൻ്റെ ബാഹ്യാന്തര ശുദ്ധിയിൽ അയാൾ അപ്പോഴും വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല, അതിന് പ്രാധാന്യം കൊടുക്കുന്നുമില്ല. അഥവാ പഥ്യം പറയുന്ന ഒരു വൈദ്യനാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് പിന്നെ എങ്ങനെ പോകാതിരിക്കാം എന്നാണ് രോഗി ആഗ്രഹിക്കുന്നത്. പഥ്യം പറയാതെ മരുന്ന് കൊടുക്കുന്ന ഡോക്ടറെയാണ് രോഗികൾക്ക് ഇപ്പോൾ പൊതുവെ ഇഷ്ടവും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള രോഗകാരണത്തെ ചികിത്സിക്കാൻ രോഗി പോലും മടിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെല്ലാം
ഇന്ന് കഴിഞ്ഞു പോകുന്നത്. ആരോഗ്യത്തിൻ്റെ ആദി തലങ്ങളിലേക്ക് നമ്മൾ ഉയരാൻ ഇനിയും മടിച്ചു നിന്നാൽ വീണ്ടും വീണ്ടും നമുക്ക് കീഴടക്കാനാവാത്ത ഒരുപാട് രോഗങ്ങളിലേക്കാണ് വഴിയെ വഴിയെ കടന്നു പോവുക. രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു തീരാ കഥയായി മാറുന്ന അവസ്ഥ മാനവൻ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയില്ലായ്മയാണ്, മാനസികമായ ശുദ്ധിയില്ലായ്മയാണ്, നിർമ്മലമായ മനസ്സില്ലാത്തതാണ് എന്ന് അടിസ്ഥാനപരമായി നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്.